ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. സോറി, ചേതനയേറ്റ് ശരീരമായി എയർപോർട്ടിൽ വന്നിറങ്ങിയ ഒരു രംഗം ഞാൻ കാണായിരുന്നു TV-യിൽ. അപ്പം ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. പറയാൻ കിട്ടുന്നില്ല. എന്താ വെച്ചാ, സ്വപ്നങ്ങളൊക്കെ ബാക്കി വെച്ച് അവര് യാത്രയായി. എൻ്റെ ആരുമല്ല, എന്നാലും ഓരോ കുടുംബത്തിന്റെയും വേദന അത് നമുക്ക് മനസ്സിലാവും. എന്തെല്ലാം സ്വപ്നങ്ങൾ കൊണ്ടാണ് അവരാ വിദേശത്ത് ജോലി ചെയ്യാൻ പോയത്. വിധിയെ പഴിചാരാൻ ആവില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയ്ക്കും കണ്ണിച്ചോരയിലുണ്ടായല്ലോ. ഓരോ കുടുംബവും എണ്ണി എണ്ണി പെറുക്കി കരയിരിക്കും. ഒരു നാടിന്റെ തേങ്ങ, ഒരു കുടുംബത്തിന്റെ അത്താണി. എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയണില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. നാടിനും വീടിനും കുടുംബത്തിനും ഒക്കെ അത്താണിയാവേണ്ടവര്, സ്വപ്നങ്ങൾ നെയ്തവര്, ഒരു വീട് വെക്കണം, ഒരു കാറ് വാങ്ങണം, മക്കളുടെ കല്യാണം, മക്കളുടെ പഠിപ്പ്, ഇതൊക്കെ സ്വപ്നം കണ്ടിട്ട് ഒരുപാട് വർഷക്കാലം കുവൈറ്റില് ജോലി ചെയ്ത ആളുകൾ അവരിന്നില്ല. അവരിന്ന് വെറും ഓർമ്മകൾ മാത്രം. TV-യിൽ ഓടിക്കൊണ്ടിരിക്കണേ അവരുടെ മൃതശരീരം കൊണ്ടുപോകുന്നത് കണ്ടപ്പോ കുറച്ചു ദിവസമായി ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോ തന്നെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ കാര്യം പറയുമ്പോ എനിക്ക് അപ്പോ സംസാരിക്കാൻ കിട്ടില്ല. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്ര മാത്രമേ എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളൂ. എന്റെ ആരുമല്ല, എന്നാലും എന്റെ ആരൊക്കെയോ പോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ സഹോദരങ്ങളല്ലേ അവര്. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ജീവനത്തെ ശരീരം നാട്ടിലേക്ക് വരുമ്പോ അത് സ്വീകരിക്കുന്ന ഓരോ കുടുംബത്തിന്റെയും വേദന അത് എത്ര മാത്രം ഉണ്ടെന്ന് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. വിധിയെ തോൽപ്പിക്കാനോ വിധിയെ പഴിചാരാനോ ഞാനില്ല. പക്ഷെ പാവങ്ങള് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ചില ആളുകൾ റിട്ടയർമെന്റിന് നിൽക്കുന്ന ആൾക്കാരാണ്. ഇനി 2 വർഷമല്ലേ ഉള്ളൂ, 1 വർഷമല്ലേ ഉള്ളൂ. 25 വയസ്സ് തുടങ്ങി 48 വയസ്സ് വരെ പ്രായമുള്ള ആളുകളാണ് 23 മലയാളികൾ. അതിൽ 7 തമിഴ്നാട് സ്വദേശി. അതിൽ ഒരാള് മാത്രമാണ് ഹിന്ദിയിലെ. എന്തോ പറഞ്ഞു, എനിക്കത് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. 23 മലയാളികളുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചു. എല്ലാവരും ജീവൻ പോയവരും അതുപോലെ അത്യാഹിത വിഭാഗത്തിൽ കിടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ടും ആ രോഗം, ആ അസുഖം ഒന്ന് മാറിക്കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോഴത്തെ ആ സ്റ്റേജ് മാറി അവർ പഴയതുപോലെ ആക്റ്റീവായി വരണമെന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ എത്ര ചെറിയ ചെറിയ മക്കളുണ്ടാവും. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് പുതുമുടി പോലും മാറാത്ത ഒരാളുണ്ട്. അയ്യോ, അത് കണ്ടപ്പോൾ എനിക്ക് അതിലേറെ സങ്കടമായി. വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചാൽ കൂടെ നമ്മുടെ സഹോദരങ്ങളല്ലേ, അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ പറയാലേ, അവരുടെ ദുഃഖത്തില് നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം, പ്രാർത്ഥിക്കാം. ഇത്രേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.